ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ബോഡിക്കും എൻ്റെ മൈൻഡും എൻ്റെ സ്കിന്നും ഞാൻ എങ്ങനെ തിരിച്ച് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാം വരുന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഹലോ. അപ്പം എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുക, ചെറുതായിട്ട് ബോഡിക്കൊക്കെ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീണ്ടും സ്ട്രെങ്ത് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം സ്ട്രെങ്ത്തിനെ പറ്റി പറയുമ്പം ഞാൻ ഒരു വർഷമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് കോവിഡ് വന്നു. അപ്പം അതിൻ്റെ റെസ്റ്റും ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ റെസ്റ്റും ഒക്കെ ആയിട്ട് പിന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസ്റ്റ്. ഇന്ന് എനിക്ക് 2 മാസം, ഞാൻ അമ്മയായിട്ട് 2 മാസം ആവാണ്. അപ്പം ഇതിൻ്റെയൊക്കെ റെസ്റ്റ് എല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തോളം ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു. റെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ബോഡി അങ്ങനെ സൂക്ഷിച്ച് നമ്മൾ തറയിലൊക്കെ ഇരിക്കാതെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ കാലിൻ്റെ ഒക്കെ ഒരു സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഒത്തിരി സ്ട്രെങ്ത് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ആളിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുക. നൂലുകെട്ടിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നൂലുകെട്ടിൻ്റെ സമയത്ത് തറയിലിരിക്കണമല്ലോ, നമ്മൾ തറയിലിരിക്കാൻ വേണ്ടി ഞാൻ പെടുന്ന പാട്. ഒറ്റയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് അത്ര ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിസേറിയനും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാ, എങ്ങനെ പെട്ടെന്നൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഇരിക്കാൻ പെടുന്ന പാട്. നമുക്ക് എപ്പോഴും ഒന്ന് താഴെ ഇരുന്നിട്ടുണ്ടെങ്കിലൊക്കെ എണീക്കാൻ നമുക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടാനും ബോഡി ഒന്ന് എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള എൻ്റെ വർക്കൗട്ട്സും കാര്യങ്ങളും പിന്നെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. അതെങ്ങനെയൊക്കെയാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി നടന്നു വന്നിട്ട് കുറച്ച് സമയമായി. നടന്നു വന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുമോളെ കുളിപ്പിച്ച് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ പാല് കൊടുത്ത് കഴിഞ്ഞ് അങ്ങിരിക്കുക. ഇന്ന് 2 മന്തായി എൻ്റെ ബേബിക്ക്, അറിയോ? 2 മന്തായി. അപ്പൊ ഇനി ഇവിടെ ഉറക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, പിന്നെ ഉറങ്ങിയില്ല. അപ്പൊ ഇനി ഇവിടെ ഞാൻ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഉറക്കാൻ വീണ്ടും ശ്രമിച്ചിട്ട് ഞാൻ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. അമ്മ പോയിട്ട് എക്സസൈസ് ചെയ്യും. അമ്മയ്ക്ക് കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാൻ ശക്തി വേണ്ടേ? ശരിക്കും ഇതൊക്കെ ആരാന്നറിയോ? വീടാകുമ്പോ അമ്മ എല്ലാം പറഞ്ഞുതരാട്ടാ. അപ്പം അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം ബേബി ഉള്ളവർക്ക് അത്ര ഈസി അല്ല, എല്ലാവർക്കും മാനേജ് ചെയ്യാൻ ചിലപ്പം ടൈം മാനേജ്മെന്റ് നമുക്ക് വിചാരിക്കുന്ന പോലെ നടക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇതൊന്നും എന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പം നടക്കാൻ പോകരുത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ ഓക്കെയാണ്, എൻ്റെ ഹെൽത്ത് ഓക്കെയാണ്, സിസേറിയൻ കാര്യങ്ങൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യാം, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം, ദുർഗയുടെ ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനിത് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യണം. റെസ്റ്റ് കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണോ അല്ലെങ്കിൽ വേണ്ട. എൻ്റെ ബോഡിക്ക് എനിക്ക് റെസ്റ്റ് വേണമെന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കൊന്ന് സ്ട്രെങ്തനിങ് ആവണം. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ആണെങ്കിലും എനിക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോയപ്പം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മളെപ്പോഴും വീട്ടിൽ കുഞ്ഞ് കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അങ്ങ് ഒതുങ്ങിപ്പോകും. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് പുറത്തിറങ്ങി നടക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിനെയും നമ്മൾ നോക്കണം, അതേപോലെ തന്നെ നമ്മുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കണം. നമ്മളുടെ ഹാപ്പിനെസ്, നമ്മളുടെ സ്ട്രെങ്ത്, ഹെൽത്ത് കാര്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഒരിക്കലും സാക്രിഫൈസ് ചെയ്തിട്ടാവരുത് ഒന്നും ചെയ്യേണ്ടത്. അപ്പം ഇത്
എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ ഐഡിയ പോലെ ഇരിക്കും. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഞാനൊന്ന് പയ്യെ പാല് കൊടുത്ത് അങ്ങനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. എനിക്കറിയാം ആ ഒരു ടൈം അവൾ രാവിലെ ഇത്ര സമയം വരെ ഉറങ്ങും എന്ന് എനിക്കറിയാം. ആ ടൈമിൽ ഞാൻ പോയി നടന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരും. പിന്നെ അവൾ എണീക്കുമ്പോഴേക്കും അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് സമയം കുഞ്ഞ് ഉറങ്ങിക്കോളും. ആ സമയത്ത് എക്സസൈസ് അങ്ങനെ കുഞ്ഞ് ഉറങ്ങണ അല്ലെങ്കിൽ അവളുടെ ടൈം നോക്കിയിട്ടാണ് ഞാനിപ്പം എൻ്റെ ടൈം മുഴുവനും മാനേജ് ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഇനി നോക്കട്ടെ, ഇവളെ ഉറക്കി കിടത്തിയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ആള് കരച്ചിലൊന്നുമല്ല, കളിക്കുന്ന മൂഡാണ്, ഫുൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഇനി വർക്കൗട്ട് ചെയ്യാം. മോളെ ഉറക്കി ഇനിയിപ്പം കുറച്ച് സമയം ആളങ്ങ് കിടന്നുറങ്ങിക്കോളും. അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നല്ല, ഇനി കുറച്ച് അങ്ങോട്ടേക്ക് നമ്മൾ കോറ് ടൈറ്റ് ചെയ്യുക, അതുപോലെ കാലിന് സ്ട്രെങ്ത്. അപ്പം വയറ് ഉണ്ടല്ലോ, അപ്പം അതൊന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വയറ് ടൈറ്റ് ആവണം, പിന്നെ കാലിന് സ്ട്രെങ്ത് കിട്ടണം. അപ്പം അതാണ് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ പയ്യെ നമുക്ക് ഗ്രാജുവലി നമ്മൾ കൂട്ടി വരാം. ഇപ്പം എന്തായാലും ബ്രീത്തിങ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ചെയ്യാം. അതിനു മുമ്പ് വാമപ്പ് ചെയ്യണം. നടന്നു വന്നു എന്നാലും ബാക്കി ഇനി കഴുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ വാമപ്പ് ചെയ്യില്ലേ, അത് ചെയ്യാം. വർക്കൗട്ടിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ കുഞ്ഞു കരയും, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കുക. ഇതുപോലെ തൊട്ടിലിരുന്ന് ഇങ്ങനെ ആട്ടുക. ഫീഡ് ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല, കാരണം വർക്കൗട്ടിന് മുമ്പ് തന്നെ ഞാൻ വയറ് നിറച്ചിട്ടാണ് അവളെ കിടത്തി ഉറക്കണേ. കാരണം നമ്മൾ സ്വെറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഓ എന്നാ നീ ഉറങ്ങാട്ടെ, കണ്ണും വീഴ്ചിരിക്ക. എടുക്കണോ? എടുക്കാം. ശുണ്ടരമണി ഉറങ്ങണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ ആരാണോ ഉള്ളത് അവരെ കയ്യിൽ കൊച്ചിനെ ഏൽപ്പിക്കാം. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. കുറേ നമ്മൾ ആട്ടി നോക്കി, ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് പിന്നെ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, കൊച്ചിനെ ഞാൻ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരാം. നമ്മൾ കൂടുതലും എക്സസൈസ് കിടന്നിട്ടായിരിക്കും. കിടന്നിട്ട് എന്താ പറയുക, കോറ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സും പിന്നെ കാലിന് വേണ്ടിയിട്ടുള്ളതും. അപ്പം ബ്രീത്ത് വെച്ചിട്ടാണ് നമ്മൾ വയറിന് എക്സസൈസ് ചെയ്യുന്നത്. യോഗ മാറ്റ് വിരിക്കുക, കിടക്കുക. നമ്മൾ വർക്കൗട്ടിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ എന്തിനിടയിലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് കുഞ്ഞിന് പാലിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം കോറിനുള്ള എക്സസൈസ് കൂടുതലും ഞാൻ ബ്രീത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇതെനിക്ക് എൻ്റെ ട്രെയിനർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു തരാത്തത്.
വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏതൊക്കെയാണ് എന്നുള്ളത് കാരണം പലരുടെയും ബോഡി പലതാണ്. അപ്പം നിങ്ങളത് അനുകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, വർക്കൗട്ട്സ് എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. എനിക്ക് എൻ്റെ ട്രെയിനർ പറഞ്ഞത് വർക്കൗട്ട്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കോറിൻ്റെത് ചെയ്തു, പിന്നെ കാലിന് തന്നെയുള്ളതും കിടന്നിട്ടുള്ളതുണ്ടായിരുന്നു, അതും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സ്ക്വാട്ട് ചെയ്യണം. സ്ക്വാട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ക്വാട്ട് പോലെ ഇല്ല, പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആ ബാലൻസ് കാലിന് സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിരിക്കുകയല്ലേ. അപ്പം ബാലൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ മേളിലോ അല്ലെങ്കിൽ സോഫയുടെ മേളിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ പയ്യെ നമ്മൾ സ്ട്രെങ്ത് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ സ്ക്വാട്ട് ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പം സ്ക്വാട്ട് ഒരു 10 times 3 set അങ്ങനെയായിട്ട് ചെയ്യും. ഇതൊക്കെ അതുപോലെ തന്നെയായിരുന്നു, 10 times 3 set ആയിട്ടൊക്കെ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം സ്ക്വാട്ട് ചെയ്യും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വർക്കൗട്ട്. വളരെ ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് എന്ന് വെച്ചാൽ ചെറിയ എക്സസൈസ്, നമുക്ക് കോറും എൻ്റെ കാല് ഇത് രണ്ടും മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഹെവി ആയിട്ട് നമ്മളൊന്നും തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം വളരെ ലൈറ്റായിട്ട് നമുക്ക് പിന്നെ നമ്മൾ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. നമുക്ക് ആദ്യം സ്ട്രെങ്ത് ആവും, നമ്മൾ കൈയും കാലിനും ആ ഒരു ബലം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് എവിടേക്കോ എൻ്റെ മസിൽസ് ടൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രെച്ച് ചെയ്തിട്ടില്ല ഞാൻ, കാരണം എൻ്റെ അടുത്ത് സ്ട്രെച്ച് ചെയ്യേണ്ടതാണ്, ഇപ്പം സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് എൻ്റെ ട്രെയിനർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന് മാത്രമുള്ള വലിയ ഹെവി ആയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മൈൻഡ്, എൻ്റെ ബോഡി, എൻ്റെ സ്കിന്ന് ഇതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പഴയ പോലെ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും. ഇപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ, അതായത് ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് ആദ്യത്തെ കുട്ടിയല്ലേ, ഇപ്പം ഇതൊക്കെ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ്. പെട്ടെന്ന് എൻ്റെ വയറുണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം വയറ് ചുരുങ്ങുന്ന സമയത്ത് ഭയങ്കര വയറിന് ഒത്തിരി ചുളിവും, സ്കിന്നല്ലേ അതിങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ടാവും, പിന്നെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നു, ഒരുപാട് സ്ട്രെച്ച് മാർക്സും കാര്യങ്ങളും. അപ്പം കണ്ടപ്പം പെട്ടെന്ന് ഞാനും ഒന്ന് പേടിച്ചു. പിന്നെ എന്താ പറയുക, കുഞ്ഞിനെ കാണുന്ന സമയത്ത് നമുക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് അതൊന്നും നമ്മളുടെ വിഷയമേ അല്ല. അത് മറ്റൊരു സത്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മോളെ കാണുമ്പോൾ, അവളുടെ കളിയും ചിരിയും കാണുമ്പോൾ ഇതൊന്നും ഞാൻ ഓർക്കണ പോലും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ഫോണിൽ ഗാലറിയിൽ നമ്മളുടെ ഫോട്ടോസ്, പണ്ടത്തെ ഫോട്ടോസൊക്കെ കാണുമ്പം ഞാൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കാണിക്കും, ഉണ്ണിയേട്ടൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കും, ഉണ്ണിയേട്ടൻ നോക്കിയേ ഇങ്ങനെയായിരുന്നു ഞാൻ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ എനിക്ക് അങ്ങനെ ഇനി ആവണമായിരുന്നു, ഇനി ആകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. ഈ തോട്ട്സും വെച്ച് നമ്മളിങ്ങനെ ഇരിക്കത്തുള്ളൂ. ഒരു പോയിന്റിലാണ് ഞാൻ അങ്ങനെ ആകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കൊരു ആൻസർ വേണമല്ലോ, ഞാൻ അങ്ങനെ ആക്കണം. അതിന് ആരും എനിക്ക് കൊണ്ടുതരില്ല, ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, എനിക്ക് മനസ്സിലാവും, എനിക്ക് കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബോഡി, എൻ്റെ കാര്യങ്ങൾ, അതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കാര്യമുള്ളൂ. കുറേ കഴിഞ്ഞാൽ നമുക്കത് പാടായിരിക്കും ഇതൊക്കെ മാറ്റിയെടുക്കാനും. അല്ലെങ്കിൽ അതായത് ഇപ്പം എന്നെ പോലെ തന്നെ പ്രസവിച്ച് ഇരിക്കുന്ന പുതിയ അമ്മമാർ ഒരുപാടുണ്ടാവും. പുതിയ അമ്മമാരല്ല, രണ്ടാമത് കുഞ്ഞായിട്ടിരിക്കുന്ന അമ്മമാരും അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരിപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതായത് കുഞ്ഞെന്നുള്ള കാര്യം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞ് എന്താ പറയുക, നമ്മുടെ കുഞ്ഞിന് ഇപ്പം നമ്മളെ ഇല്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ശരിയാണ്. കുഞ്ഞിന് നമ്മളുടെ സമയം കൊടുക്കുക, അതേപോലെ നമുക്ക് നമ്മളുടെ ടൈം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, നമ്മുടെ ബോഡി നമുക്ക് തിരിച്ച് പഴയ പോലെ ആവാൻ പറ്റുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു കോൺഫിഡൻസ് വരും. ഇപ്പം എൻ്റെ വയറും എൻ്റെ സ്ട്രെച്ച് മാർക്സ് എന്നൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇനി പഴയ പോലെ ആവുമോ, ഇതെന്താ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ നമുക്ക് മാറ്റാം. ഇനി മാറിയിട്ടില്ലെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഒന്നും എനിക്കറിയില്ല, അത് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് എങ്ങനെ എൻ്റെ ബോഡി സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്ക് ഒന്ന് തറയിൽ എഴുന്നേക്കാനെങ്കിലും പറ്റണം.
അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, നമുക്ക് എന്തുകൊണ്ട് ഒരു ഒരു 60 days ചാലഞ്ച് നമുക്ക് വർക്കൗട്ട് കാര്യങ്ങൾ അത് ചെയ്തുകൂടാ. വർക്കൗട്ടാണല്ല, ഡയറ്റ് എന്ന് പറയുമ്പോഴും ഞാൻ പറയണ കയറി എല്ലാവരും ഫുഡ് കട്ട് ചെയ്ത് പട്ടിണി ഇരിക്കരുത്. കാരണം അമ്മമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ട പാല് കിട്ടുള്ളൂ എന്ന് വെച്ച് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാനും പാടില്ല. നമുക്ക് വേണ്ട അളവിനുള്ള ഭക്ഷണം, അതും ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഡയറ്റീഷ്യനെ വെച്ചിട്ടാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നത്, എൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാനും നിങ്ങളടുത്തും അങ്ങനെ പറയുള്ളൂ, ഒരിക്കലും സ്വന്തമായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കരുത്. നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് കറക്റ്റായിട്ടൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെടുത്ത് തന്നെ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു 60 day ചാലഞ്ച് വെച്ചാലോ. എനിക്കും അതൊരു എന്താ പറയുക, ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിരിക്കും. എൻ്റെ ഒപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ കൂടാം. ഞാൻ എന്തായാലും ഈ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു 2 month ചലഞ്ച് എൻ്റെ കൂടെ കൂടണമെങ്കിൽ നിങ്ങൾക്കും ഒപ്പം കൂടാം. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഡയറ്റ് കാര്യങ്ങൾ, ഇതല്ലാതെ ഞാൻ എൻ്റെ സ്കിന്നിന് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം ഈ ചാലഞ്ചിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം.